ഗുരുവായൂർ ഒരു ഡാൻസ് പ്രോഗ്രാമിന് വന്നിരിക്കുകയാണ്. അമലയുടെ ഡാൻസ് ക്ലാസ്സിൽ അരങ്ങേറ്റം കഴിഞ്ഞ ആദ്യത്തെ പ്രോഗ്രാമാണിത്. ഗുരുവായൂർ പെർഫോമൻസ് ചെയ്യാൻ കിട്ടിയതിൽ അമല വളരെ ഹാപ്പിയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഗുരുവായൂർ അമ്പലത്തിനടുത്തുള്ള ഒരു ഫ്ലാറ്റിലാണ് മേക്കപ്പിനൊക്കെയുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലാറ്റിലെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അവിടെ ചെന്ന് ലഗേജ് എല്ലാം വെച്ച് ഞങ്ങൾ രാവിലെ തന്നെ അമ്പലം ഒന്ന് കാണാൻ പോവുകയാണ്. എല്ലാ കുട്ടികളും നല്ല പട്ടുപാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് നല്ല സുന്ദരികളായിട്ടാണ് കേട്ടോ വന്നത്. ഡാൻസ് പ്രോഗ്രാമിന് വന്നതാണെങ്കിലും എല്ലാവരും നല്ല എക്സ്കർഷൻ മൂഡിലാണെന്നാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾ രാവിലെ 6 മണിക്കാണ് അങ്കമാലിയിൽ നിന്ന് ഗുരുവായൂരേക്ക് പുറപ്പെട്ടത്. പ്രോഗ്രാമിനുള്ള എല്ലാവർക്കും കൂടി ഒരു ട്രാവലർ അറേഞ്ച് ചെയ്ത് അതിലാണ് ഞങ്ങൾ വന്നത്. കിട്ടിയ സമയത്ത് അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോയൊക്കെ എടുത്ത് ഫോട്ടോഗ്രാഫർ വരാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ഞങ്ങൾ. ഇവിടെ വീഡിയോ ചില ഭാഗങ്ങളിലൊന്നും അലൗഡ് അല്ല. അങ്ങനെ ഫോട്ടോഗ്രാഫിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം തന്നെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോയിട്ടോ. അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെയുള്ള ഫ്ലാറ്റായിരുന്നു കേട്ടോ. ഫ്ലാറ്റിൻ്റെ ഹാളിലായിരുന്നു മേക്കപ്പിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നത്. പകുതി മേക്കപ്പ് കഴിഞ്ഞ് റൂമിൽ വന്നിരിക്കണതാണ് കേട്ടോ ഈ കാണുന്നത്. ഇവരുടെ പ്രോഗ്രാം വൈകുന്നേരമാണ്. അതും അമ്പലത്തിനടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിലാണ്. അപ്പം അവർ റെഡിയായി അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുവാണ് കേട്ടോ. എല്ലാവരും പരസ്പരം നല്ല സഹകരണം ഉണ്ടായിരുന്നതിനാൽ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ നല്ല കളർഫുള്ളായ ഡ്രസ്സും ഓർണമെൻറ്റ്സ് ആണെങ്കിൽ തന്നെ നല്ല തിളക്കമുള്ളതും ഒക്കെ ആയത് കാരണം ഇവർ ഒരുങ്ങി വന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പം ഞങ്ങളെല്ലാവരും അമ്പലത്തിലെത്തി. ഇനിയിപ്പോൾ ഇവരുടെ പരിപാടി അമ്പലത്തിനടുത്ത് തന്നെയുള്ള ഒരു ഓഡിറ്റോറിയത്തിലാണല്ലോ. അപ്പം ചലങ്കയൊക്കെ കെട്ടി ഇപ്പം സ്റ്റേജിൻ്റെ പുറകിലേക്ക് ഇവർ പോകാൻ പോവാണ്. അടുത്ത് തന്നെ ഇവരുടെ പെർഫോമൻസ് ആണ്. അപ്പം ഞങ്ങൾക്കിനി ഇവരുടെ പെർഫോമൻസ് കണ്ടാലോ.
അങ്ങനെ പരിപാടിയൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. നല്ല ഓഡിയൻസ് സപ്പോർട്ടുണ്ടായിരുന്നു ഈ പരിപാടിയുടെ സമയത്ത്. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് കുട്ടികളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിന് ശേഷം ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ.